എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ വീഡിയോട്ടിട്ട് 3 months ago 2023 ഒക്ടോബർ 5-നാണ് നമ്മൾ ഇതിന് മുന്നത്തെ കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടത്. ഇപ്പോൾ 2024 ജനുവരി 28 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഫെബ്രുവരി. ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു ഫുള്ള് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതാണ് വീഡിയോ എടുക്കാൻ താമസിച്ചത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബാരൽ ക്യൂബായിട്ടാണ്. പി ക്യൂബ് നമുക്ക് സോൾവ് ചെയ്യണം. ട്യൂട്ടോറിയലിലേക്ക് കിടക്കണ്ട ഗായ്സ്. നമുക്ക് പുതിയൊരു ക്യൂബുണ്ട്. ഇത് രണ്ട് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ സോൾവിങ് ആണ് ഇന്ന് പാർട്ട് 1 ആണ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഏതാ സോൾവ് ചെയ്യണ്ട ഇത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം സെയിം ആയിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് വെച്ച് നോക്കാം. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഏകദേശം ഒരേപോലെ ഇരിക്കുമെങ്കിലും ഇതിനകത്ത് സ്റ്റാറാണ് വരണത്, പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ആയിട്ടാണ്. ഇതാണ് ഈ സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഈസി. 5-6 പാറ്റി കേസ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് പാറ്റി കേസും ഇതിങ്ങനെ തിരിയണം കുറച്ച് പാറ്റി കേസൊക്കെ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു ക്യൂബാണ്. പാറ്റി കേസ് മാത്രം കൊണ്ട് ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ നോക്കാത്ത സ്ഥലങ്ങളില്ല. എല്ലായിടത്തും നോക്കി, യൂട്യൂബിൽ നോക്കി, ഗൂഗിളിൽ നോക്കി, പല വെബ്സൈറ്റുകളിൽ വരെ നോക്കി. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇതുവരെ ഞാൻ കണ്ടില്ല. ഇത് സോൾവ് ചെയ്യണ പല സൈപ്പാൻ്റെ ഒക്കെ കണ്ട്, പക്ഷേ ഇത് മലയാളത്തിലൊന്നും കണ്ടില്ല. ആ സോൾവ് ചെയ്യണതല്ല, ജസ്റ്റ് സോൾവ് ആക്കുന്നതാണ് സ്പീഡിൽ. അങ്ങനെ ഒരു വിധം കഷ്ടപ്പെട്ട് അയ്യോ വല്ലാത്തൊരു കഥയാണിത്. ഇത് തെറ്റിച്ചിട്ടുണ്ട്, കാണണ്ട ഉണ്ടല്ലേ, എങ്കിൽ ഇരിക്കട്ടെ അവിടെ. ഓക്കെ, അപ്പോൾ നോക്കി ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യണം. അതാണ് ഈ പാർട്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഈസി, ഇതൊക്കെ ആണെങ്കിൽ ഈസി അല്ലേ, ഇതൊക്കെ ഇതിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഈസിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടാണ്. കാരണം ഇതിങ്ങനെ ഇതാക്കാനും ഇതിങ്ങനെ ഒന്നും ആക്കാനും പറ്റില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാറാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ഇവിടെ ആയിട്ട് സോൾവ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈസിയാണ്. ആ സ്റ്റാർസ് എല്ലാം മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട് എല്ലാ സ്റ്റാറും. ഇതിൻ്റെ റൊട്ടേറ്റിംഗ്, ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ടാണ്. അതായത് ഇതിവിടെ ഫിനിഷ് ചെയ്യണം, തീര് കട്ടയും ഫിനിഷ് ചെയ്യണം, ഇതും ഈ 3 കേട്ടോ. അതാണ് ഇതിൻ്റെ ഫിനിഷ് ചെയ്യേണ്ടത് ഫസ്റ്റായിട്ട്. ഫസ്റ്റ് സ്റ്റാർ ഉണ്ടാക്കിയതിന് ശേഷം ഈ 3 ഫിനിഷ് ചെയ്യണം. അതിനുശേഷം ഈ 3 അതിനുശേഷം ഇങ്ങനെ വരുന്ന ഈ ഒരു പീസും. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എനിക്ക് ഇത്തിരി ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതും കൊണ്ടൊന്നും ഈ ഒരു രീതിക്കും മാത്രം തിരിക്കാറ്റുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. കണ്ട, ഇത് ഫുള്ള് ഫിനിഷായിട്ട് കിട്ടി. നമുക്ക് എന്താ ലക്കുണ്ട്, ഇത് ഫുള്ള് ഫിനിഷ് കൊണ്ടുപോകാം. പിന്നെ ഇതിനോടൊപ്പം ഇതിങ്ങനെ വരണം കേട്ടോ. പക്ഷേ ഇതാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നാൽ മതി. ഇത് ഭയങ്കര ഈസി ആക്കും ഈ ക്യൂബിനെ. പക്ഷേ ഈ സംഭവം കാണാൻ വളരെ ഡിഫിക്കൽട്ടും ആകും. നമുക്ക് എന്ത് ലക്ക ഫുള്ള് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാത്രം ഒന്ന് ഇതാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവും. പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ ചെയ്താലും അങ്ങനെ തന്നെ വരും. ഈ ഒരു 5 നമുക്ക് ഇത്തിരി ലക്ക് കൂടുതലാണെന്ന് വിചാരിച്ചത്. ഫസ്റ്റായിട്ട് നമുക്ക് ഈ 2 കട്ടയും കൂടി വേണം. അപ്പോൾ ഇവിടെ ഒരു കട്ട കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിന് അടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും ട്രിക്ക് യൂസ് ചെയ്യണം. ഇവിടെ ആയിട്ടൊരു കട്ടയുണ്ട്, അതും മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ 2 കട്ട ഒറ്റ സൈഡിലാണ് കിടക്കണം. അപ്പോൾ നമുക്ക് ഇതിനൊന്നും കൂടി മുകളിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് വീണ്ടും കറക്കാം.
ഓഫ് കറങ്ങിയത് ഈ സൈഡിലോട്ട്. ഇതിങ്ങനെ ഉണ്ടെന്നോ പറ്റത്തില്ല. അപ്പം നമുക്ക് അടുത്തതിൻ്റെ ഹെൽപ്പ് വേണ്ടിവരും. അപ്പം അടുത്തത് അടി കറക്കാം. ശരി മുകളിലോട്ട് കയറ്റിയാൽ മതി. അപ്പം ബോയ്സ് അപ്പം അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുവന്നാൽ നമുക്കൊരു ഫുൾ പീസ് ഫസ്റ്റ് ഇതാക്കണം. അപ്പോൾ നമുക്ക് ഇതിനിപ്പുറത്തുകൊണ്ട് ഇതിനിപ്പുറത്തൊക്കെ കേട്ടോ ഈ സാധനത്തിനെ ഇവിടെ കൊണ്ടുവരണം. അത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് സെറ്റാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരിത് ബോയ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇനി ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരാം. ഇതെൻ്റേതായ രീതിയിലാണ് ഞാൻ സോൾവ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്യൂട്ടോറിയലൊന്നും കാണാത്തതുകൊണ്ട് മാത്രമാണ് ഇതിനിങ്ങനെ സോൾവ് ചെയ്യണം കേട്ടോ. ഇത് എൻ്റെ ഒരു രീതിയാണ്, എൻ്റെ ഒരു മെത്തേഡാണ്. ട്യൂട്ടോറിയലൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഇത്ര ആളായിട്ട് എൻ്റെ ക്യൂബ് സോൾവ് ചെയ്യുന്ന പറ്റിയ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ശരിയാകുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഇവിടെ ഒരു കട്ട നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ 3 എണ്ണം ശരിയാക്കുമ്പോൾ ഈ ഒരു കട്ടകളും ശരിയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതിനോടൊപ്പം ഇതാക്കണം കേട്ടോ. ഇത് മതിയാക്കുക. ഫസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സോൾവ് ആയിട്ട് കാണും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് ശരിയാക്കിയിട്ട് അപ്പം അതിനെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളിപ്പം തന്നെ ഇത് ഇവിടെ ആയിട്ട് ഈ 2 കട്ടയായിട്ട് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കണ്ടോ ചിലതൊന്നും ആയിട്ടില്ല. ഇതിനൊക്കെ ശരിയാക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഈ സംഭവം ഇങ്ങനെ വരികയാണെങ്കിൽ 2 കട്ട ഇവിടെ ഒരറ്റ ഇവിടെയാണെങ്കിൽ സിമ്പിളാണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുവരാം. പറ്റൂല. ബാക്കിലോട്ട് ഓടിക്കണോണ്ടല്ലേ. സേഫ്റ്റിയാണ്. സേഫ് വേണം എല്ലാത്തിനും. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ എൻ്റെ പൊന്നു എന്തിലൊക്കെ എനിക്ക് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഈ 2 എണ്ണം ഇനി ഒരൊറ്റ കട്ട ശരിയാക്കിയിട്ട് ഞാൻ വിചാരിച്ചത് ഇവിടെ 2 ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഈ കട്ട 2 ശരിയാക്കുന്ന കാണിക്കാതെയാണ്. ഇപ്പം ഈ ഒരു അടിയത്തത് അടുത്ത വർട്ടിയിൽ തന്നെ ഉൾക്കൊള്ളിക്കാം. അപ്പം ഗായ്സ് ഇവിടെ ഫുള്ള് കൊതു അടിയാട്ടെ. ഞാനിവിടെ ഒരുപാട് കൊതുവിനെ കൊന്നിട്ടുണ്ട്. അല്ലാതെ നിർത്തില്ല. ഒരുപാടെണ്ണം കടിക്കൂടും. ഇവിടെ വലിയ ടോം ആൻഡ് ജെറിത്തെ മത്സരം തന്നെയായിരുന്നു ഗൈസ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതെന്താ ഞാൻ അടുത്ത വാട്ടിയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പം തന്നെ വീഡിയോ ലോങ് ആയിട്ടുണ്ട്. ഇപ്പം ഇനി ലോങ് ആക്കണില്ലെന്ന് വിചാരിച്ചു. ഇത് ഏകദേശം സിമ്പിളായിട്ടുള്ളതാണ്. ഇനി ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം ഈ ഒരു ഫുള്ള് ശരിയാക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ശരിയാക്കും. ഒക്കെ ചെറിയ ലക്കും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും സബ് ചെയ്യണം. നമുക്കിപ്പോൾ 292 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ നമുക്ക് 300 സബ്സ്ക്രൈബറിലേക്ക് അടുക്കാൻ ഇനി 8 സബ്സ്ക്രൈബേഴ്സും കൂടി മതി. അപ്പോൾ see you in the next video.